ഇപ്പൊ നമുക്ക് ഓർഗാനിക് കെമിസ്ട്രിത്തെ ഒരു ചോദ്യം നോക്കാം. ഇത് ഐസറിൽ ചോദിച്ചതാണ്, അതേപോലെ തന്നെ ഇത് ജെയിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതിൽ അരയിൽ ബ്രോമൈഡാണ് നമുക്ക് ചോദിച്ചുള്ളത്. അരയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരോമാറ്റിക് റിങ്ങിക്ക് ഏതെങ്കിലും ഒരു ഹാലജൻ, ഇവിടെ ബ്രോമിനാണ് വന്ന് അറ്റാച്ച് ചെയ്താൽ അതിനാണ് നമ്മൾ അരയിൽ ഹാലജൻ എന്ന് പറയുക. ഇവിടെ ബ്രോമിനാണ് ചോദിച്ചുള്ളത്. ഇത് ബെൻസീനെന്ന് മാത്രം പറ്റില്ല കേട്ടോ. ഇതിൽ ഏത് അരോമാറ്റിക് റിങ് ആയാലും അതിമ ഡയറക്റ്റ് ആയിട്ട് വന്ന് അറ്റാച്ച് ചെയ്ത അരയിൽ ഹാലജൻ എന്ന് വിളിക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ എൻ ഡയറക്റ്റ് ആയിട്ടുണ്ട്, പിയിലും ഡയറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരം. എം വരാത്ത വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രോമിൻ ഇരിക്കുന്ന സാധനമില്ലേ, ഈ സാധനം ഇത് അരോമാറ്റിക് അല്ല, ഇത് ആന്റി അരോമാറ്റിക് ആണ്. കാരണം ഓപ്ഷൻ എം കൂട്ടില്ല. ഇതേപോലെ വേറെ ഏതെങ്കിലും ചോദിക്കാൻ സാധ്യതയുള്ള വെച്ച് കഴിഞ്ഞാൽ അരയിൽ ഇപ്പൊ നമ്മൾ നോക്കി അരോമാറ്റിക് റിങ്ങിക്ക് ഡയറക്റ്റ് ആയിട്ട് വരുന്നത്. അതേപോലെ വിനൈൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള കാർബൺ ഇല്ലേ, അതുമ്മേ ഏതെങ്കിലും ഓർണെത്തുമ്പോൾ വന്ന് ഹാലോജൻ ഇരിക്കും. ഇതേപോലെ ഉണ്ടെങ്കിൽ അത് വിനൈലാണ്. ഇപ്പൊ ബെൻസൈൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും ഒരുമിച്ച് പഠിക്കാം, കാരണം ഇത് രണ്ടും ഡയറക്റ്റ് അറ്റാച്ച് ചെയ്ത് ഇരിക്കുന്നതാണ്. ഈ ബെൻസൈൽ പറഞ്ഞു കഴിഞ്ഞാൽ ബെൻസീൻ റിങ്ങുമ്മ അറ്റാച്ച് ചെയ്ത കാർബൺ അതുമ്മ വന്നിരിക്കേണ്ടതാണ് ബെൻസൈൽ ഹാലോജൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അല്ലയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ബോണ്ടുമ്മ അറ്റാച്ച് ചെയ്ത കാർബൺ അതുമ്മ വന്ന് കയറിയിരുന്നു. ഡബിൾ ബോണ്ടുമ്മ ഡയറക്റ്റ് അല്ല, ഡബിൾ ബോണ്ടുമ്മ ഓൾറെഡി അറ്റാച്ച് ചെയ്ത കാർബൺമ ഡയറക്റ്റ് കയറിയത്. അതല്ലയില്, കാരണം ഇത് രണ്ടും ഒരുമിച്ച് പഠിക്കുക. ബെൻസൈലും അല്ലയിലും ഒരുമിച്ച് പഠിക്കുക. പിന്നെ ആൽക്കൈൽ പറഞ്ഞ സാധാരണ ഒരു ഡബിൾ ബോണ്ടിലോ ട്രിപ്പിൾ ബോണ്ടില്ല, സിംഗിൾ ബോണ്ടിൽ ഏതെങ്കിലും ഒരു ഹാലജൻ വന്നിരുന്നതാണ് ആൽക്കൈൽ.